ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ടച്ചിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഫൂട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫൂട്ടിൻ്റെ നെയിം എന്ന് പറയുന്നത് ഫ്ലവർ സ്റ്റിച്ച് ഫൂട്ടാണ്. നമുക്ക് ഈ ഫ്ലവർ സ്റ്റിച്ച് ഫൂട്ട് നമ്മുടെ സ്വിങ് മെഷീനിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ്റെ ഷാഫ്റ്റ് മാറ്റിയിട്ട് നമുക്ക് ഇതിന് ഷാഫ്റ്റ് മാറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് ഫൂട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റതിനൊക്കെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാമായിരുന്നു. ഇതങ്ങനെ പറ്റില്ല. അത് അവിടെയാണ് നമ്മൾ സ്ക്രൂ വെക്കേണ്ടത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ലേ? ഈ ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമയോടുകൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് എന്തും പെർഫെക്റ്റും നീറ്റുമായിട്ട് കിട്ടുള്ളൂ. നമ്മൾ അർജൻറ്റായിട്ട് എന്ത് ചെയ്താലും നമുക്ക് ആ ഒരു നീറ്റ്നെസ് നമ്മുടെ അടിച്ച് എടുക്കുന്ന ഫൈനൽ പ്രൊഡക്റ്റിന് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് സാവധാനം ക്ഷമയോടുകൂടെ നിങ്ങളെല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, അവസാനം വരെ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫാബ്രിക്കിൽ എങ്ങനെയാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്കിത് ഫാബ്രിക്കിൽ ചെയ്യാമെന്ന് നോക്കാം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഫ്ലവർ സ്റ്റിച്ച് ഫൂട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഫൂട്ടിൻ്റെ ബാർ കണ്ടില്ലേ, അത് നീഡലിൻ്റെ സ്ക്രൂവിൻ്റെ മുകളിലായിട്ട് കിടക്കണം. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചില്ല, വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് രണ്ടാം പണിയാവും. ഓക്കെ, ഞാനത് ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലവറിൻ്റെ ഡയമീറ്റർ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ മുകളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സൂക്ഷിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ നീഡിലൊക്കെ ബ്രേക്കായി പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സാവധാനം ചെയ്യുക. ഓക്കെ, ഇതാ ഇങ്ങനെ ഈ നീഡിൽ സ്ക്രൂവിൻ്റെ മുകളിൽ ആ ബാർ വരുന്ന രീതിയിൽ വേണം നമ്മൾക്ക് ഈ ഫൂട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പം നമ്മളത് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ നീഡിൽ ഇതിൻ്റെ ബാറിൽ അതിൻ്റെ സെൻറ്ററിൽ കണ്ടില്ലേ ഒരു ബാറ്, അതിൽ ഹിറ്റ് ചെയ്യാതെ നോക്കണം. അതിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നീഡിൽ ബ്രേക്കായി പോവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റൊട്ടേഷണൽ ഹാൻഡ് വീൽ ഒന്ന് കറക്കി നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ നീഡിൽ ബാറിൽ ഹിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് ഇനി നമുക്കൊരു ഫാബ്രിക് എടുത്തിട്ട് നമുക്കിതിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, അതിന് മുമ്പ് നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ചിങ് പാറ്റേൺ ആണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ
ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് ഏത് സ്റ്റിച്ചിങ് പാറ്റേണിൽ വേണമെങ്കിലും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നമുക്കിത് നമ്മൾ ഇത് ഫാബ്രിക് മാറ്റൊന്നും വേണ്ട. നമുക്ക് എവിടെയാണോ ഫ്ലവർ വേണ്ടത് വെച്ചാൽ അവിടേക്ക് ഫാബ്രിക് മൂവ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഈ സ്ക്രൂ നമ്മൾ ഒന്ന് അയച്ചതിന് ശേഷമാണ് നമ്മുടെ ഫ്ലവറിൻ്റെ വലിപ്പം കൂട്ടുന്നതും കുറക്കുന്നതും. ഈ സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാഡ് ഉണ്ടല്ലോ അത് നമുക്ക് നീക്കാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ സ്റ്റീൽ റൗണ്ടിൽ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇതുണ്ട്. മൈനസിൻ്റെ സൈഡിലോട്ട് നമ്മൾ ആ പോയിൻ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സൈസിലുള്ള ഫ്ലവർ കിട്ടും. അതുപോലെ തന്നെ പോസിറ്റീവ് എന്നുള്ള ഭാഗത്തേക്ക് നമ്മുടെ പോയിൻ്റർ അല്ല മൂവ് ചെയ്യേണ്ടത്, ആ റൗണ്ടാണ് മൂവ് ചെയ്യേണ്ടത്. അത് മൊത്തം നമ്മളിങ്ങനെ തിരിക്കണം, എന്നാലേ അത് മൂവ് ആവുള്ളൂ. പോസിറ്റീവിൻ്റെ അവിടേക്ക് നമ്മൾ പോയിൻ്റർ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ച് സൈസ് കൂടിയ ഫ്ലവർ കിട്ടും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് നമ്മളിതിൽ 0-യിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് ശരിയാവത്തില്ല. പിന്നെ വിട്ടും ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ വലുപ്പത്തിനനുസരിച്ചും അതുപോലെ തന്നെ ഇതിന് വീതിക്കനുസരിച്ചൊക്കെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റിച്ചിങ് ഞാൻ ചെയ്തിട്ടുണ്ട്, 3-4 സൈസിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ആ സൈസ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന്. നിങ്ങൾക്ക് ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഈ എക്സ്ട്രാ ത്രെഡൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ പല ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് പല കളറിലൊക്കെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ ട്വിൻ നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ട്വിൻ നീഡിലില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒന്ന് ബ്രേക്കായി പോയി, ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ കണ്ടില്ലേ, ഡിഫറെൻറ്റ് സൈസിൽ സ്റ്റിച്ച് ചെയ്തതാണ്. കുറച്ച് കട്ടിയുള്ള തുണിയായിരുന്നെങ്കിൽ ഇതിലേറെ പെർഫെക്ഷൻ കിട്ടിയേനെ. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടിയിൽ എംബ്രോയ്ഡറി പേപ്പർ ഉണ്ടാവില്ലേ, ആ പേപ്പറൊക്കെ വെക്കുക. നമുക്ക് നല്ല കറക്റ്റായിട്ട് അതിൻ്റെ ഫിനിഷിങ്ങോട് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലവർ സ്റ്റിച്ച് ഫൂട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കണ്ടില്ല, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൈനസ്. ഈ ഭാഗത്തേക്ക് നമ്മൾ പോയിൻ്റർ സ്ക്രൂ അയച്ചിട്ട് നമ്മൾ പോയിൻ്റർ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം നമുക്ക് ചെറിയ സൈസിലുള്ളത് കിട്ടും. അതുപോലെ തന്നെ ഇങ്ങോട്ട് ഈ പോസിറ്റീവ് സൈഡിലേക്ക് വരുന്ന പോയിൻ്റർ നമ്മൾ നീക്കുന്നതോടുകൂടി സൈസ് നമുക്ക് കൂട്ടാൻ പറ്റും. കണ്ടില്ല, ആ ഒരു ബേസ് തിരിച്ചിട്ടാണ് നമ്മൾ പോയിൻ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഫ്ലവർ സ്റ്റിച്ച് ഫൂട്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലീസിലും ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.